നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാംഗോ ബിസ്ക്കറ്റ് പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഞാൻ മാംഗോ പൾപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. മാംഗോ പൾപ്പ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, അതുകൊണ്ട് ഞാൻ ആ വീഡിയോ എടുത്തിട്ടില്ല. കാരണം 2 മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് മാംഗോ പൾപ്പ് കിട്ടും. അങ്ങനെ ആ മാംഗോ പൾപ്പ് ഞാൻ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മാങ്ങയുടെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ എടുത്ത മാങ്ങയ്ക്ക് മധുരം കുറവായതുകൊണ്ടാണ് ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തത്. അപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ മിക്സിലേക്ക് 2 ടീസ്പൂൺ നമ്മുടെ കസ്റ്റാർഡ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുത്തത് കസ്റ്റാർഡ് പൗഡർ, അത് വേറെ മിക്സ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് കട്ട പോലെ ഉണ്ടാവും, പക്ഷെ അത് ചൂടാകുമ്പോൾ നമുക്ക് ആ കട്ടയൊക്കെ അലിഞ്ഞ് കിട്ടും. അപ്പോൾ അത് കസ്റ്റാർഡ് പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ നമ്മുടെ പഞ്ചസാരയും കസ്റ്റാർഡ് പൗഡറും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഗ്യാസ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് അടുക്കി പിടിച്ചു പോകും. നല്ല തിക്കായിട്ട് നമ്മൾ ആദ്യത്തെ ഒഴിച്ചതിനെക്കാട്ടും തിക്കായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ല, നമ്മൾ കസ്റ്റാർഡ് പൗഡർ ഇടുമ്പോൾ അത് നന്നായിട്ട് തിക്കായി വന്നോളും. നന്നായി കുറുകി നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല കുമ്പിള് ഒക്കെ വന്നിട്ട് നന്നായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ആറാൻ വേണ്ടിയിട്ട് വയ്ക്കാം. നന്നായി തണിഞ്ഞതിന് ശേഷം മാത്രം നമുക്കിതൊന്ന് പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാം. ഇനി പുഡിംഗ് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടീ ബിസ്ക്കറ്റും അതുപോലെ തിളപ്പിച്ച പാല് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ തിളപ്പിച്ച പാലെന്ന് പറയുന്നത് തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ട് തണുത്ത പാലാണ്. അപ്പോൾ നമ്മൾ ഈ ടീ ബിസ്ക്കറ്റ്, നിങ്ങൾക്ക് ഏത് ടീ ബിസ്ക്കറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഈ ടീ ബിസ്ക്കറ്റ് നമ്മൾ ചൂടാക്കി വെച്ച പാലിലേക്ക്, ചൂടാക്കി വെച്ചല്ല, നമ്മൾ ചൂടായതിന് ശേഷം തണുത്ത പാലിലേക്ക് നമ്മളൊന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഈ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബിസ്ക്കറ്റ് പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ പരമാവധി ഡിപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയ്ക്ക് നല്ലത്. കാരണം നല്ല സോഫ്റ്റായിട്ടിരിക്കും അടിഭാഗം. അപ്പോൾ ഈ ടീ ബിസ്ക്കറ്റ് നമ്മുടെ ഈ തണുത്ത പാലിലേക്ക് മുക്കിയിട്ട് നമ്മൾ ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. ആദ്യം ഈ ബിസ്ക്കറ്റ് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ. അപ്പോൾ നമ്മൾ ആദ്യം മാംഗോ പൾപ്പ് ഒഴിക്കുകയാണെങ്കിൽ നമ്മളിത് സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത ശേഷം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിത് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ലെയർ ബിസ്ക്കറ്റ് തന്നെ വെച്ച് കൊടുക്കുക. നമ്മുടെ സൈഡൊക്കെ നമ്മൾ ബിസ്ക്കറ്റ് പൊട്ടിച്ചിട്ട് ഇതുപോലെ പാലിൽ ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. സൈഡൊക്കെ നന്നായിട്ട് കവർ ചെയ്യണം. അങ്ങനെ ബിസ്ക്കറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഈ ബിസ്ക്കറ്റ് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ഈ മാംഗോയുടെ പൾപ്പ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മാങ്ങയുടെ സെക്കൻഡ് ലെയർ ഇവിടെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ സൈഡും നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ അടുത്ത ലെയറും കൂടി സെറ്റ് ചെയ്യാം. ബിസ്ക്കറ്റ് നമുക്ക് പാലിൽ മുക്കിയിട്ട് അടുത്ത ലെയറും കൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ മൂന്നാമത്തെ ലെയറും ഞാൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് മാങ്ങയുടെ പൾപ്പ് ഇത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. സൈഡിലൊന്നും ഗ്യാപ്പ് വരാത്ത രീതിയിൽ വേണം നമുക്കിത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്.
ഞാൻ അടുത്ത ലെയറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മാങ്ങയുടെ പൾപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 മാങ്ങ വെച്ചിട്ട് ആണ് ചെയ്തത്. അപ്പോൾ ബിസ്ക്കറ്റും മാങ്ങയും കൂടി ആകുമ്പോൾ 6 ലെയർ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 മാങ്ങ എന്ന് പറയുന്നത് ഒരു മീഡിയം സൈസിലുള്ള മാങ്ങയായിരുന്നു. നിങ്ങൾ മാങ്ങയുടെ ക്വാണ്ടിറ്റി കൂട്ടുവാണെങ്കിൽ അതുപോലെ തന്നെ ബിസ്ക്കറ്റിൻ്റെ ക്വാണ്ടിറ്റിയും കൂട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് കുറേ ലെയർ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ മുകളിൽ ബിസ്ക്കറ്റിൻ്റെ ഒരു ലെയറും കൂടി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വിപ്പിംഗ് ക്രീമാണ് അടുത്ത ലെയറായിട്ട് വെച്ച് കൊടുക്കുന്നത്. വിപ്പിംഗ് ക്രീമിൻ്റെ ലെയർ നമുക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് പതിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വിസ്ക് വെച്ചിട്ടാണ് ഇത് അടിച്ചെടുത്തത്, ബീറ്ററൊന്നുമല്ല. ബെറ്റി ക്രോക്കറിൻ്റെ വിപ്പിംഗ് ക്രീം മിക്സാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് ഇൻസ്ട്രക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ 2 പാക്കറ്റാണ് ഉണ്ടാവുക. 2 പാക്കറ്റിന് 1/2 കപ്പ് പാല്, തണുത്ത പാലെടുത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ്. 1/2 കപ്പ് പാലെന്ന് പറയുമ്പോൾ 115 ml. അപ്പോൾ ഇതിൻ്റെ കവറിൻ്റെ പുറത്ത് ഫുള്ളായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വിപ്പിംഗ് ക്രീം ഞാൻ ഈ ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയറായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് സ്പൂണ് വെച്ചിട്ടോ മറ്റോ ഇതെല്ലാ സൈഡിലേക്കും ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അങ്ങനെ വിപ്പിംഗ് ക്രീം എല്ലാ സൈഡിലും ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേണമെങ്കിൽ ഡിസൈൻ ചെയ്തെടുക്കാം. ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതൊന്നിങ്ങനെ വരഞ്ഞ് വെച്ച് കൊടുക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി, കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നേ ഉള്ളൂ. ഇതിൻ്റെ മുകളിൽ ഞാൻ ഒരു ഡെക്കറേഷൻ കൂടി ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിൽ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ചെറിയ തീയിൽ ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഒരു ബ്രൗൺ നിറം ആവുന്നത് വരെ നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ചെറിയ തീയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവില്ല. വലിയ മീഡിയം ഫ്ലെയിമൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് പഞ്ചസാര മെൽട്ടായി വരുന്നുണ്ട്. പെട്ടെന്ന് ആവണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചസാരയുടെ ടേസ്റ്റൊക്കെ മാറും. അപ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ മെൽറ്റായിട്ട് കളറൊക്കെ ഏകദേശം മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബട്ടറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ചേർക്കുന്നത് വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, അതുപോലെ നല്ലൊരു ഷൈനിങ്ങും കൂടി ഉണ്ടാവും. അതിനാണ് നമ്മൾ ഈ ബട്ടർ ചേർത്ത് കൊടുക്കുന്നത്. ഈ കാരമലൈസ് ചെയ്യുന്നത് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ അതിൻ്റെ കളറ് കുറച്ചും കൂടി മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ ഫ്രഷ് ക്രീം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു കളറ് കിട്ടും, നല്ലൊരു ബ്രൗൺ കളറ് കിട്ടും. അപ്പോൾ ഫ്രഷ് ക്രീം കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ആ ചൂട് തന്നെ അതൊന്ന് നന്നായിട്ട് മിക്സായി വന്നോളും. ഇനി നമുക്കിതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ കാരമലൈസ് ചെയ്തത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ പുഡിങ്ങിൻ്റെ മുകളിലേക്ക് നമുക്കിത് ഡിസൈൻ ചെയ്തെടുക്കാം. പുഡിങ്ങൊക്കെ റെഡിയായതിന് ശേഷം മാത്രമേ നമ്മൾ ഈ കാരമലൈസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പുഡിങ്ങൊക്കെ ആയി വരുമ്പോഴേക്കും ഇത് നന്നായിട്ട് കട്ട പിടിക്കും. അതുകൊണ്ട് നമുക്ക് എല്ലാം റെഡിയായതിന് ശേഷം മാത്രം കാരമലൈസ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് സ്പൂണ് വെച്ചോ അല്ലെങ്കിൽ ഒരു കവറിൽ നമ്മളെ പൈപ്പിംഗ് ബാഗൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു കവറ് അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് നമുക്കിതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ചെരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഇതെല്ലാം ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. അലുമിനിയം ഫോയിൽ വെച്ചോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു റാപ്പർ വെച്ചോ ഇതൊന്ന് കവർ ചെയ്തിട്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിലല്ല, നോർമലായിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇതൊരു 3 മണിക്കൂർ എങ്കിലും വെക്കണം. അല്ലെങ്കിൽ നമ്മൾ രാത്രി ഉണ്ടാക്കുന്നെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് സെറ്റ് ചെയ്ത് കിട്ടും. ഞാൻ ഇത് രാത്രി ഉണ്ടാക്കിയത്, അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെയാണ് ഇത് എടുത്തത്. അപ്പോഴേക്കും നന്നായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിൽ നമ്മുടെ പിസ്ത വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുവാണ്.
ഒന്നെങ്കിൽ പിസ്ത ഇത് മുഴുവനായിട്ടൊന്ന് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. മാങ്ങയൊക്കെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കുട്ടികൾക്ക് ഈ ഒരു പുഡിങ് ഉണ്ടാക്കി കൊടുക്കണം. കാരണം അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം എൻ്റെ മോനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത് ചവച്ച് കഴിക്കേണ്ട സാധനമൊന്നുമല്ല, നമ്മൾ വായിലിട്ട് ഇങ്ങനെ അലിഞ്ഞിറങ്ങും. അപ്പോൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും. കാരണം ബിസ്ക്കറ്റും മാങ്ങയും അതുപോലെ തന്നെ ക്രീമൊക്കെയാണ്. അപ്പോൾ ഈ മാങ്ങയൊക്കെ കഴിക്കാത്ത, ഫ്രൂട്ട്സൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളും. അപ്പോൾ ഞാൻ ഇതെല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ഈ പിസ്ത വെച്ചതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ നടുവിലെ ഒന്ന് ജസ്റ്റ് ഒരു കട്ടിങ്ങും കൂടി കൊടുത്താൽ നല്ല സ്ക്വയർ ഷേപ്പിൽ നമുക്കിത് എടുക്കാൻ പറ്റും. കണ്ടില്ല, നമ്മൾ മാംഗോ ബിസ്ക്കറ്റ് പുഡിങ് നല്ല ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.